ഹലോ ഗൈസ്, അപ്പം ഞാൻ രാവിലെ തന്നെ കടയിൽ പോയി ചിക്കൻ മേടിച്ചു. അത് വെറും ചിക്കനല്ല, 2 കിലോയുള്ള ചിക്കനാണ്. അതിനകത്ത് 2 കാലും ഞാൻ വാങ്ങിപ്പിച്ചു. ആ കാല് ഞാൻ ആരും കാണാതെ പമ്മി ഒരു കള്ളനെ പോലെ പതിയെ എടുത്ത് അടിച്ചു മാറ്റി. ആ കാലിൽ ഞാൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്, മാഗ്നേറ്റ് ഫ്രൈ ചിക്കൻ. അപ്പം ഞാൻ ഇത് പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അങ്ങനെ ഞാൻ അതിനകത്തേക്ക് 2 കുഞ്ഞ് പീസ് ഇഞ്ചി കടന്നുണ്ട മരുന്ന് ഇട്ട്, എന്നിട്ട് കുറച്ച് മല്ലിയില അടിഞ്ഞും മുടിഞ്ഞും ഒടിച്ചൊടിച്ച് അതിനകത്തോട്ടിട്ട്, പിന്നെ 2 കറിവേപ്പില തണ്ടോടെ ഞാൻ പൊടിച്ചിട്ടു. അതിനുശേഷം അത് മിക്സിയിലിട്ടടിച്ച് കണ്ടന്നുണ്ടം കിരികിരി ശബ്ദവും കേട്ട്, എന്നിട്ട് അതിനകത്ത് നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് അത് കിരികിരി മിക്സിങ് ചെയ്ത് അത് ഞാൻ പിന്നെ ഒരു പാത്രത്തിലേക്കാക്കി, അറിഞ്ഞോ? എന്നിട്ട് ഞാനത് ഒളിപ്പിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പടിഞ്ഞാറോട്ട് പോയതുമല്ല, അച്ഛാമ്മമാർ കണ്ടു. അന്നേരത്തേക്കും ഞാൻ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് വെച്ചതുമല്ല, അച്ഛമ്മമാർ 2-3 പീസ് ചിക്കനും കൂടി ഇട്ട് തന്നു. എന്നിട്ട് അതും കൂടെ വറുക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ അരപ്പിച്ചിട്ട് കൂടുതലായതുകൊണ്ട് അതിനകത്ത് ഞാൻ തൈരിട്ടായിരുന്നല്ലോ, മുളക് പൊടി ഉപ്പും ഇട്ടായിരുന്നല്ലോ. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ മറന്നുപോയതാണേ. എന്നിട്ട് അതൊക്കെ ഇട്ടൊന്ന് മിക്സിയിലിട്ട് കിരികിരാന്ന് അടിച്ച് വീണ്ടും എടുത്ത് ആ ഈ അരപ്പിനകത്തോട്ട് ചേർത്ത് അത് നേരെ ഇറച്ചിക്കകത്തോട്ട് കിരികിരി എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ചേർത്ത്, എന്നിട്ട് അത് വേഗം തന്നെ മിക്സ് ചെയ്ത് വറക്കാനായിട്ട് വേണ്ടി നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു ഫ്രിഡ്ജിൽ വെക്കാൻ. അതിന് അമ്മയായിട്ട് ഫ്രിഡ്ജിൽ വെക്കണ്ട, അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഞാനും അമ്മയും കൂടി ഇടിയിട്ട്, എന്നിട്ട് അത് നേരെ ഞാൻ നോക്കിയപ്പോൾ അത് കുറച്ച് ലൂസായിരുന്നു. അന്നേരം അമ്മയുടെ വാക്ക് കേട്ട് ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു. അങ്ങനെ ഇടയ്ക്ക് അമ്മയായിട്ട് കിരികിരാന്ന് ഇടിയൊക്കെ ഞാൻ ഉണ്ടാക്കി കേട്ടോ. എന്നിട്ട് അമ്മയായിട്ട് ഇടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ ഒരു നോട്ടം, ഇത് നേരെ ചവ ആയില്ല, നിന്നെ എടുത്തിട്ട് ദൂരെ കളയുമെന്നുള്ളൊരു നോട്ടമായിരുന്നു അത്. ഞാൻ പേടിച്ചു പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പം ഫ്രിഡ്ജ് കണ്ടു. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിനകത്ത് ഐസ് ഒന്ന് കൂട്ടി അങ്ങ് വെച്ച്, ഫ്രീസർ അങ്ങ് നല്ലോണം കൂട്ടി അങ്ങ് വെച്ച്. അപ്പോൾ ഐസ് നല്ല തണുത്ത കാറ്റ് അതിനകത്ത് നിന്ന് അടിച്ച്. ഞാൻ കുറച്ച് നേരം അതിനകത്ത് കയറിയിരുന്നാലോ എന്ന് വിചാരിച്ച്. ചൂടല്ലേ ഐസ്, ചൂട്